Dear students, welcome to Learner's World. In this video, I'm going to talk about communication, Introduction to Language and Linguistics, FEUGP, Semester 5, BA English Language and Literature, Calicut University. Communication, ആശയവിനിമയം. The word communication comes from the Latin word communicare, which means to share or to make common. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഒരു ലാറ്റിൻ വേർഡാണ്. കമ്മ്യൂണിക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്. അതിൻ്റെ മീനിങ് ടു ഷെയർ ഓർ ടു മേക്ക് കോമൺ, അതായത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. Communication is the process of sharing ideas, information, feelings, thoughts, opinions and experiences between two or more people. കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിൽ അല്ലെങ്കിൽ ഒന്നിലധികം പേര് തമ്മിൽ നടത്തുന്ന ഒരു ആശയവിനിമയ സംവിധാനമാണ്. അതായത് അവരവരുടെ ഐഡിയാസ്, ആശയങ്ങളും വിവരങ്ങളും അവരുടെ അനുഭവങ്ങളും അവരുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത്. It is not simply sending information but also making sure that the other person understands the message correctly. ഒരു ആശയവിനിമയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ വിവരങ്ങൾ കൈമാറുക എന്നുള്ളതല്ല, മറിച്ച് അപ്പുറത്തുള്ള ആൾക്ക് പാസ് ചെയ്തിട്ടുള്ള മെസ്സേജ്, ആ ഒരു സന്ദേശം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പ് വരുത്തൽ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. Good communication helps people build relationship, solve problems, make decisions and work together successfully. നല്ലൊരു ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ ബന്ധം ശക്തിപ്പെടുത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നല്ലൊരു തീരുമാനം എടുക്കാനും നല്ല വിജയത്തോടു കൂടി വർക്ക് ചെയ്യാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ലൊരു ആശയവിനിമയം നടത്തുന്നതിലൂടെ. ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് അത് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവിടെ മാത്രമേ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയറാണ് അവിടെ സംഭവിക്കുന്നത്. Communication is a social process because it happens between people in a shared social and cultural environment. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്, ഒരു സാമൂഹിക പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ആശയവിനിമയം എന്ന് പറയുന്നത്. കാരണം ഒരു സമൂഹത്തിനകത്തുള്ള ആളുകൾ തമ്മിൽ ആണ് കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഒരു പ്രത്യേക ഒരു സംസ്കാരം ത്തിലുള്ള ആളുകൾ തമ്മിലാണ് അവരുടെ ആശയങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അതുമൂലം ഒരു സോഷ്യൽ കോണ്ടാക്റ്റ് കൂടി അവിടെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണെന്ന് നമുക്ക് പറയാൻ കഴിയും. According to scholars, communication is a exchange of messages that create meaning. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എന്ന് പറയുന്നത് മെസ്സേജസ്, സന്ദേശങ്ങൾ കൈമാറുകയാണ്. അത് ഒരു മീനിങ്, ഒരു അർത്ഥം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ. സെൻറ്ററിൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് സെൻറ്റർ എന്ന് എഴുതിയതിന്, സോറി. അപ്പോൾ ഇതിൽ റിസീവറും സെൻറ്ററും, സെൻറ്റർ എന്ന് പറയുന്നത് മെസ്സേജ് പാസ് ചെയ്യുന്ന ആൾ, റിസീവർ എന്ന് പറയുന്നത് ആ ഒരു മെസ്സേജ് കിട്ടുന്ന ആൾ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷനാണ്, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഓൺലി വെൻ ബോത്ത് പാർട്ടിസിപ്പൻസ് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ഇൻ ദ സെയിം വേ. ഒരു ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, ഒരു നല്ലൊരു ആശയവിനിമയം നടക്കണമെങ്കിൽ, അതായത് സെൻറ്റർ പാസ് ചെയ്ത മെസ്സേജ് റിസീവർക്ക് മനസ്സിലാകണം. രണ്ടുപേരും അതിൽ എൻഗേജ്ഡ് ആവണം. രണ്ടുപേർക്കും ആ ഒരു മെസ്സേജ് എന്താണ്, ഒരു ആശയം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകുള്ളൂ. Therefore, communication depends not only on words but also on culture, experience and context. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വാക്കുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. കുറേ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ കൾച്ചർ, എക്സ്പീരിയൻസ്, കോണ്ടെക്സ്റ്റ് ഇതുകൂടി
ഒരു ആശയവിനിമയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്, ഈ ഒരു ആശയവിനിമയ പ്രക്രിയക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ദ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ദ സെൻറ്റർ സോഴ്സ്. ആദ്യത്തെ എലമെൻ്റ് ആണ് സെൻറ്റർ സോഴ്സ്. ആരാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത്, ആരാണോ മെസ്സേജ് അയക്കുന്നത്. ദ സെൻറ്റർ ഈസ് ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് സ്റ്റാർട്ട്സ് ദ കമ്മ്യൂണിക്കേഷൻ ബൈ ക്രിയേറ്റിംഗ് ആൻ ഐഡിയ ഓർ മെസ്സേജ്. സെൻറ്റർ എന്ന് പറയുന്നത് മേ ബി ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം. അവരാണ് ഈ ഒരു ആശയവിനിമയം സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെയാണ് പാസ് ചെയ്യുന്നത്. ദ സെൻറ്റർ കൺവേർട്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഇൻ ടു വേർഡ്സ്, സിമ്പിൾസ് ഓർ സൈൻസ് ത്രൂ എ പ്രോസസ് കോൾഡ് എൻകോഡിങ്. അടുത്തത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് എൻകോഡിങ് എന്ന് പറയുന്നത്. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ എന്ത് ചെയ്യും, ഈ പാസ് ചെയ്യുന്ന തോട്ട്സ്, അയാളുടെ തോട്ട്സ് അല്ലെങ്കിൽ അയാളുടെ ഫീലിങ്സ്, അയാളുടെ ചിന്തകളും അയാളുടെ ആശയങ്ങളും അയാളുടെ അനുഭവങ്ങളൊക്കെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട്, സയൻസ് ആയിട്ട്. ഈ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ദ സെൻറ്റേഴ്സ് നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ഹൗ ദ മെസ്സേജസ് ക്രിയേറ്റഡ്. അപ്പോൾ ഈ സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജ് സെൻറ്ററുടെ നോളജ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഈ ഒരു മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദ മെസ്സേജ്. അടുത്തത് മെസ്സേജാണ്. അപ്പോൾ സെൻറ്ററുടെ ആശയങ്ങൾ, ഐഡിയാസ്, അല്ലെങ്കിൽ സെൻറ്ററുടെ തോട്ട്സ്, ചിന്തകൾ, അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് ഒക്കെ എൻകോഡിങ് ചെയ്യും, അതായത് ഒരു സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അടുത്തത് മെസ്സേജാണ്, ആ ഒരു ആശയം. ദ മെസ്സേജ് ഇസ് ഇൻഫോർമേഷൻ, ഐഡിയ, ഇമോഷൻ ഓർ ഒപ്പീനിയൻ ദാറ്റ് ദ സെൻറ്റർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. മെസ്സേജ് എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും വിവരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററുടെ ഐഡിയ, ഇമോഷൻ, ഒപ്പീനിയൻ ഒക്കെ ആകാം. എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാകാം. ഇറ്റ് മേ ബി സ്പോക്കൺ വേർഡ്സ്, റിട്ടൺ ടെക്സ്റ്റ്, പിക്ചേഴ്സ്, സിമ്പിൾസ്, ജെസ്റ്റേഴ്സ്, സൗണ്ട്സ് ഓർ ഡിജിറ്റൽ സിഗ്നൽസ്. അത് ചിലപ്പോൾ വേർഡ്സ് ആകാം, സ്പോക്കൺ വേർഡ്സ് ആകാം, പറയുന്ന വാക്കുകളാകാം, അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള വാക്കുകളാകാം, പിക്ചേഴ്സ് ആകാം, സിമ്പിൾസ് ആകാം, ജെസ്റ്റേഴ്സ് ആംഗ്യഭാഷയാകാം, സൗണ്ട്സ് ഓർ ഡിജിറ്റൽ സിഗ്നൽസ് ഒക്കെ ആകാം. എ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ, മീനിങ്ഫുൾ ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദ ഓഡിയൻസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് കൺഫ്യൂഷൻ. മെസ്സേജ് എപ്പോഴും വളരെ വ്യക്തമായിരിക്കണം, അതോടൊപ്പം തന്നെ മീനിങ്ഫുൾ ആയിരിക്കണം, അതുപോലെ ഓഡിയൻസിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ദ തേർഡ് എലമെൻറ്റ് ഈസ് ദ ചാനൽ ഓർ മീഡിയം. മൂന്നാമത്തെ ഒരു എലമെൻറ്റ് ഘടകം എന്ന് പറയുന്നത് ചാനൽ ഓർ മീഡിയമാണ്. ദ ചാനൽ ഈസ് ദ പാത്ത് ത്രൂ വിച്ച് ദ മെസ്സേജ് ട്രാവൽസ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. അപ്പോൾ ചാനൽ, ഏത് വഴിയാണോ നമ്മൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ആ ഒരു പാത്തിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. അതായത് സെൻഡർ റിസീവറിലേക്ക് ഒരു മീഡിയം വേണമല്ലോ സെൻഡ് ചെയ്യണം, അതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ചാനൽസ് ഇൻക്ലൂഡ് ഫേസ് ടു ഫേസ് കൺവെർസേഷൻ, ടെലിഫോൺ, ലെറ്റേഴ്സ്, ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, ടെലിവിഷൻ, റേഡിയോ, ഇമെയിൽ, സോഷ്യൽ മീഡിയ ആൻഡ് ദ ഇൻ്റർനെറ്റ്. ഒരുപാട് ചാനൽസ് ഉണ്ട്. ഒന്നെങ്കിൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, രണ്ടുപേർ തമ്മിൽ മുഖത്തോട് മുഖം ചേർന്ന് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ, അതൊരു മീഡിയ ആണ്. ടെലിഫോണാകാം, ടെലിഫോൺ ആകാം, ലെറ്റേഴ്സ് വഴിയാകാം, ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, ടെലിവിഷൻ, റേഡിയോ, ഇമെയിൽ, സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, ഇതുവഴിയൊക്കെ നമുക്ക് മെസ്സേജ് സെൻഡർ റിസീവറിന് പാസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഓൾസോ റീച്ചസ് പീപ്പിൾ ത്രൂ ദ 5 ഹ്യൂമൻ സെൻസസ് സച്ച് എസ് സൈറ്റ്, ഹിയറിംഗ്, ടച്ച്, സ്മെൽ ആൻഡ് ടേസ്റ്റ്. അപ്പോൾ ഈ ആശയവിനിമയം ആളുകളെ 5 ഹ്യൂമൻ സെൻസസിലൂടെയാണ് കൊണ്ടുപോകുന്നത്. സൈറ്റ്, ഹിയറിംഗ്, ടച്ച്, സ്മെൽ ആൻഡ് ടേസ്റ്റ്. ഈ 5 സെൻസസിലൂടെയാണ് നമ്മളൊരു ആശയവിനിമയം നടത്തുന്നത്. ചൂസിങ് ദ റൈറ്റ് ചാനൽ മേക്സ് കമ്മ്യൂണിക്കേഷൻ മോർ ഇഫക്റ്റീവ്. അതായത് നമ്മൾ ഏത് ചാനലാണോ ഉപയോഗിക്കുന്നത് അത് നല്ലൊരു ചാനൽ, അതായത് നമ്മൾ എങ്ങനെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെലിഫോണോ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ റേഡിയോ വഴി, അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് ചാനലുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ നല്ലൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയുള്ളൂ. ദ ഫോർത്ത് എലമെൻറ്റ് ഈസ് ദ റിസീവർ. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് റിസീവറാണ്. ദ റിസീവർ ഇസ് ദ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഹു റിസീവ് ദ മെസ്സേജ്. ആരാണോ മെസ്സേജ് സ്വീകരിക്കുന്നത് അതിനെയാണ് റിസീവർ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം. ദ റിസീവർ ഇൻ്റർപ്രറ്റ് ദ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ത്രൂ എ പ്രോസസ് കോൾഡ് ഡീകോഡിങ്. ഇനി ഇവിടെ വരുന്ന വേറൊരു ഘടകമാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്.
റിസീവർ എന്ത് ചെയ്യും, ആ എൻകോഡിങ് ചെയ്ത മെസ്സേജ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിച്ച് അത് റിസീവറിന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ഓൺലി വെൻ ദ റിസീവർ അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ആസ് എ സെൻഡർ ഇൻറ്റൻറ്റഡ്. അപ്പോൾ സെൻഡർ അയച്ച മെസ്സേജ് സെൻഡർ ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിലാക്കാൻ റിസീവർക്ക് കഴിയുക എന്നുള്ള ആ ഒരു സംഭവമുണ്ട്. അവിടെയാണ് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദ റിസീവേഴ്സ് നോളജ്, ലാംഗ്വേജ്, കൾച്ചർ, ദ പ്രീവിയസ് എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ഹൗ ദ മെസ്സേജ് ഈസ് ഇൻ്റർപ്രറ്റഡ്. അപ്പോൾ റിസീവറുടെ അറിവ്, ഭാഷ, സംസ്കാരം, മുന്നേ അനുഭവങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മെസ്സേജ് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, സെൻഡർ അയച്ച മെസ്സേജ് എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഈസ് ഫീഡ്ബാക്ക്. വേറൊരു ഘടകം എന്ന് പറയുന്നത് ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്ക് ഇസ് ദ റെസ്പോൺസ് ഗിവൺ ബൈ ദ റിസീവർ ടു ദി സെൻഡർ. അപ്പോൾ സെൻഡർ റിസീവർക്ക് മെസ്സേജ് അയച്ച് റിസീവർ അതിനെ ഡീകോഡ് ചെയ്ത് ആ മെസ്സേജ് മനസ്സിലാക്കി അതിന് റെസ്പോൺസ് നൽകുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് ദ സെൻഡർ വെദർ ദ മെസ്സേജ് ഹാസ് ബീൻ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി. അതായത് സെൻഡർക്ക് റിസീവർ മെസ്സേജ് അയക്കുകയാണ്, നിങ്ങൾ അയച്ച മെസ്സേജ് മനസ്സിലായി എന്നുള്ള അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ആ ഒരു റെസ്പോൺസ് നൽകുന്നത്. ഫീഡ്ബാക്ക് മേക്സ് കമ്മ്യൂണിക്കേഷൻ എ 2-way പ്രോസസ്സ് ഇൻസ്റ്റെഡ് ഓഫ് എ 1-way പ്രോസസ്സ്. ഫീഡ്ബാക്ക് കൊടുക്കുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ ഒരു 2-way പ്രോസസ്സാകും, ഒരു 1-way പ്രോസസ്സിന് പകരമായിട്ട്. It may be verbal, such as answering a question, or non-verbal, such as smiling, nodding, or showing facial expressions. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് മേ ബി വെർബൽ ആകാം അല്ലെങ്കിൽ നോൺ വെർബൽ ആകാം. വെർബൽ മീൻസ് സെൻഡർ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതിന് അതിന് കറക്റ്റ് ആൻസർ പറയുന്ന തരത്തിലാകാം. അല്ലെങ്കിൽ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ കാണിക്കുക, ചിരിച്ച് കാണിക്കേ അല്ലെങ്കിൽ തല കുലുക്കേ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നൽകുക. അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ചോദ്യം സെൻഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിസീവർ അതിനൊരു ജസ്റ്റേഴ്സായിട്ട്, ഒരു നോൺ വെർബൽ സിഗ്നലായിട്ട് തല കുലുക്കുക അല്ലെങ്കിൽ ചിരിക്കുക, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് സംടൈംസ് ഡിസ്റ്റർബ്ഡ് ബൈ നോയ്സ് ഓർ ഇൻ്റർഫിയറൻസ്. അടുത്തത് നോയ്സാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ കോലാഹലങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളാകാം. അതായത് രണ്ട് പേരിൽ നടത്തുന്ന ഒരു ആശയവിനിമയത്തിൽ വരുന്ന ഇൻ്ററപ്ഷൻസ്, തടസ്സങ്ങളാണ് നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് പേരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും ശബ്ദങ്ങൾ, ഉയർന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ തടസ്സം വരുന്നുണ്ട്. അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഒക്കെ ഇതിന് എഫക്റ്റ് ചെയ്യും. നോയ്സ് ഇസ് എനിത്തിങ് ദാറ്റ് പ്രിവെൻറ്റ്സ് ദ മെസ്സേജ് ഫ്രം ബീയിങ് സെൻഡ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആകാം. ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് റിസീവർക്ക് കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിനിടയിൽ സംഭവിക്കുന്ന എന്ത് തടസ്സവും, എന്തെങ്കിലും ശബ്ദങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഒക്കെ ആകാം നോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ നോയ്സ് ലൈക്ക് ലൗഡ് സൗണ്ട്, സൈക്കോളജിക്കൽ നോയ്സ് സച്ച് എസ് സ്ട്രെസ് ഓർ ആങ്കർ, physiological noise like illness or tiredness, and cultural noise caused by differences in beliefs, language or traditions. ഫിസിക്കൽ നോയ്സ്, വലിയ ശബ്ദങ്ങൾ ഒക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ വരുന്ന നോയ്സാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആകും. സൈക്കോളജിക്കൽ നോയ്സ്, നല്ല സ്ട്രെസ്സ് ഈ ഒരു സെൻറ്റർക്കോ അല്ലെങ്കിൽ റിസീവറിനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിലൊക്കെ അതൊരു നോയ്സാണ്. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്ററപ്റ്റ് ചെയ്യും. ഫിസിയോളജിക്കൽ നോയ്സ്, ഇൽനെസ് ഓർ ടയർഡ്നെസ്, ഭയങ്കര ക്ഷീണം അവർക്കിടയിലുണ്ട് അല്ലെങ്കിൽ ഒരു രോഗം അവർക്കിടയിലുണ്ടെങ്കിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് വരും. കൾച്ചറൽ നോയ്സ്, അതായത് കൾച്ചറൽ നോയ്സ് മീൻസ് ഈ സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഇൻ്ററപ്ഷൻ, അതായത് വിശ്വാസത്തിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ഡിഫറെൻറ്റ് വിശ്വാസങ്ങളുള്ള ആളുകൾ സെൻറ്റർ റിസീവറിൻ്റെ ഇടയിലൊക്കെ അവർ ആണെങ്കിൽ അവിടെ ഒരു ഇൻ്ററപ്ഷൻ വരും. ലാംഗ്വേജ് ബാരിയേഴ്സ്, ട്രഡീഷൻസ്, അവരുടെ പാരമ്പര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു കൾച്ചറൽ നോയ്സായിട്ട് വരും. റെഡ്യൂസിങ് നോയ്സ് ഇംപ്രൂവ്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ആശയവിനിമയത്തിനകത്ത് നോയ്സിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്.
അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് കോണ്ടെക്സ്റ്റ് സിറ്റുവേഷൻ. ആ ഒരു ആശയവിനിമയത്തിൻ്റെ സിറ്റുവേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കോണ്ടെക്സ്റ്റ് മീൻസ് എ സിറ്റുവേഷൻ, എൻവയറോൺമെൻറ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ്. അതായത് അവർ നടത്തുന്ന ഒരു ആശയവിനിമയം നടത്തുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പരിസ്ഥിതി, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സാഹചര്യം ഒക്കെ കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പ്ലേസ്, ടൈം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, കൾച്ചർ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ്. ഈ കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ് ആ ഒരു സ്ഥലം, അവർ ആശയവിനിമയം നടത്തുന്ന സ്ഥലം, അതുപോലെ അവർ ഏത് സമയത്താണോ ആശയവിനിമയം നടത്തുന്നത്, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, കൾച്ചർ, സോഷ്യൽ കണ്ടീഷൻസ് ഒക്കെ കോണ്ടെക്സ്റ്റിൽ വരും. ദ സെയിം മെസ്സേജ് മേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഒരേ മെസ്സേജ് തന്നെ ചില സമയത്ത് അർത്ഥങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ, സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. ദെർഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ കോണ്ടെക്സ്റ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ആ കോണ്ടെക്സ്റ്റ്, ആ ഒരു സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷന് അത്യന്താപേക്ഷിതമാണ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 മേജർ സിസ്റ്റംസ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷനും മറ്റൊന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. Verbal communication uses words to share information. It has two forms, spoken communication and written communication. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേർഡ്സിലൂടെ വിവരങ്ങൾ കൈമാറുന്നതാണ്. അതിന് 2 ഫോംസ് ഉണ്ട്. ഒന്നെങ്കിൽ സ്പോക്കൺ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും. അതായത് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ട് നടത്തുന്ന ആശയവിനിമയം വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതായത് എഴുതി ഡോക്യുമെൻ്റായിട്ട് തയ്യാറാക്കുന്ന ആശയവിനിമയം ഉണ്ടാവും. അതാണ് പറയുന്നത്. ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് എഴുതുന്നത്, ഇതൊക്കെ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് കോൺവെർസേഷൻസ്, സ്പീച്ചസ്, ഡിസ്കഷൻസ്, ടെലിഫോൺ കോൾസ് ആൻഡ് ക്ലാസ് റൂം ടീച്ചിങ്. അപ്പോൾ സ്പോക്കൺ കമ്മ്യൂണിക്കേഷന് ഉദാഹരണങ്ങളാണ് കോൺവെർസേഷൻസ്, ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ, സ്പീച്ചസ്, ഡിസ്കഷൻസ്, ടെലിഫോൺ കോൾസ് ആൻഡ് ക്ലാസ് റൂം ടീച്ചിങ്. It is quick, natural and allows immediate feedback. Written communication includes letters, emails, reports, books, notices and research articles. ഈ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, നാച്ചുറലാണ്, അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അപ്പം തന്നെ കിട്ടും. പക്ഷേ റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഉദാഹരണങ്ങൾ ലെറ്റേഴ്സ്, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, ബുക്സ്, നോട്ടീസസ്, റിസർച്ച് ആർട്ടിക്കിൾസ് തുടങ്ങിയിട്ടുള്ളവയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ പെർമനൻറ്റ് റെക്കോർഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഒഫീഷ്യൽ ആൻഡ് ഫോർമൽ പർപ്പസസ്. ഇപ്പോൾ സ്പോക്കൺ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പീപ്പിൾ ചൂസ് ദെം അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. അതായത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്, അത് റെക്കോർഡഡ് ആണ്, ഒരു റെക്കോർഡഡായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു ഒഫീഷ്യൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്പോക്കൺ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒരു ആശയവിനിമയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടും ഓരോരുത്തരുടെ സിറ്റുവേഷൻ, സാഹചര്യങ്ങളനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ഉപയോഗിക്കാതെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ജെസ്റ്റേഴ്സ്, ആംഗ്യഭാഷ ഒക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്, ജെസ്റ്റേഴ്സ്, പോസ്ചർ, ബോഡി ലാംഗ്വേജ്, സൈൻസ്, സിംബൽസ്, പിക്ചേഴ്സ്, സൈലൻസ് ആൻഡ് പേഴ്സണൽ സ്പേസ്. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ഉദാഹരണങ്ങളാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ രണ്ട് പേര് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനിലൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ മുഖത്ത് കാണുന്ന ഭാവങ്ങൾ ഒക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഐ കോണ്ടാക്റ്റ്, ചില ആൾക്കാർ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യില്ല, അവിടെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ സംഭവിക്കുന്നുണ്ട്. ജെസ്റ്റേഴ്സ്, ആംഗ്യഭാഷകൾ, പോസ്ചർ, അതായത് നമ്മുടെ ബോഡിയിൽ നമ്മളെങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്, ബോഡി ലാംഗ്വേജ്, സയൻസ്, സിംബൽസ്, പിക്ചേഴ്സ്, സൈലൻസ് ആൻഡ് പേഴ്സണൽ സ്പേസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫൻ എക്സ്പ്രസ് ഇമോഷൻസ് മോർ എഫക്റ്റീവ്ലി ദാൻ വേർഡ്സ്. വേർഡ്സിനേക്കാളും കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. ഫോർ എക്സാമ്പിൾ, എ സ്മൈൽ ഷോസ് ഹാപ്പിനെസ്, ഫോൾഡഡ് ആംസ് മേ ഇൻഡിക്കേറ്റ് ഡിസഗ്രിമെൻറ്റ് ആൻഡ് ഐ കോൺടാക്ട് ഷോസ് കോൺഫിഡൻസ് ഓർ ഇൻട്രസ്റ്റ്. ബോഡി ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ് ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആളുകളുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഒരു പുഞ്ചിരിക്കുന്നത് ഹാപ്പിനെസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോൾഡഡ് ആംസ്,
കൈകൾ മടക്കി വെക്കുന്നത് ഡിസഗ്രിമെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐ കോണ്ടാക്റ്റ് കോൺഫിഡൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി ലാംഗ്വേജ് ഒരാളുടെ ആറ്റിറ്റ്യൂഡ്സിനെയും ഫീലിങ്സിനെയും ഒക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. സൈലൻസ് ക്യാൻ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്ട്, ഡിസഗ്രിമെൻറ്റ്, സാഡ്നെസ് ഓർ ഡീപ്പ് തിങ്കിങ്. അതുപോലെ സൈലൻസ്, നിശബ്ദത, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഒരാളുടെ നിശബ്ദത എന്ന് പറയുന്നത് ഒരു മേ ബി റെസ്പെക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ്സ് അവർക്ക് താല്പര്യമില്ല എന്ന് കാണിക്കാൻ, സാഡ്നെസ്, ഡീപ്പ് തിങ്കിങ്, ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനാണ് സൈലൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ഇസ് സിമിയോട്ടിക്സ്. അടുത്ത് പറയുന്നത് സിമിയോട്ടിക്സ് ആണ്. കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് സിമിയോട്ടിക്സ് എന്ന് പറയുന്നത്. സിമിയോട്ടിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിമ്പിൾസ് ആൻഡ് ഹൗ ദേ ക്രിയേറ്റ് മീനിങ്. സിമിയോട്ടിക്സ് എന്ന് പറയുന്നത് സയൻസിനെയും സിമ്പിൾസിനെയൊക്കെ പഠിക്കുന്ന ഒരു പഠനമാണ്. എങ്ങനെയാണ് അവർ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് സിമിയോട്ടിക്സിൽ വരുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് മെസ്സേജസ് ത്രൂ സയൻസ് യൂസ്ഡ് ഇൻ ലാംഗ്വേജ്, മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, ഫിലിംസ് ആൻഡ് എവറിഡേ ലൈഫ്. അപ്പോൾ സിമിയോട്ടിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആളുകൾ മെസ്സേജ് മനസ്സിലാക്കുന്നത്, അതായത് സയൻസിലൂടെ, ചിഹ്നങ്ങളിലൂടെ, അതായത് ഭാഷയിലും, മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, ഫിലിംസ്, എവറിഡേ ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സയൻസിലൂടെ ഉള്ള മെസ്സേജസ്. അതെങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സിമിയോട്ടിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. The Swiss linguist Ferdinand de Saussure explained that every science has two parts, the signifier and the signified. അപ്പോൾ സ്വിസ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഫെർഡിനാൻഡ് ഡി സൊഷൂർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എല്ലാ സൈനിനും ഒരു രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് സിഗ്നിഫയറും ഒന്ന് സിഗ്നിഫൈഡും. ദ സിഗ്നിഫയർ ഈസ് ദ ഫിസിക്കൽ ഫോം ഓഫ് ദ സൈൻ സച്ച് എസ് എ വേർഡ്, സൗണ്ട് ഓർ ഇമേജ്. സിഗ്നിഫയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫോം ഓഫ് ദ സൈനാണ്. വേർഡായിരിക്കാം, സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമേജ് ആയിരിക്കാം. അതായത് ട്രീ എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ട്രീ എന്ന് പറയുന്നത് സിഗ്നിഫയർ ആണ്. ദ സിഗ്നിഫൈഡ് ഈസ് ദ ഐഡിയ ഓർ മീനിങ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ് വെൻ വി സീ ഓർ ഹിയർ ദ സൈൻ. അപ്പോൾ ട്രീ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു മീനിങ്, ആ ഒരു ഐഡിയ, ട്രീ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു മരത്തിൻ്റെ ആ ഒരു ഐഡിയ വരുന്നുണ്ടല്ലോ, അതാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. Meaning is created because society agrees on the relationship between the signifier and the signified. അതായത് ഒരു സൈനിൻ്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് സൊസൈറ്റി അഗ്രി ചെയ്യണം. അതായത് സിഗ്നിഫയറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സമൂഹം അഗ്രി ചെയ്താൽ മാത്രമേ അവിടെ മീനിങ് ക്രിയേറ്റ് ആകുന്നുള്ളൂ. ട്രീ എന്നുള്ള വേർഡ് സിഗ്നിഫയർ പറയുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ട്രീയുടെ ഇമേജ് അല്ലെങ്കിൽ ഒരു ആശയം വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളും കൂടെ എഗ്രി ചെയ്യണം എന്നാണ് പറയുന്നത്. Another important scholar, Charles Sanders Peirce, divided sign into three categories: icons, indexes and symbols. വേറൊരു ഇമ്പോർട്ടൻറ്റ് സ്കോളറാണ് ചാൾസ് സാൻഡേഴ്സ്. അവർ സൈനിനെ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഐക്കൺസ്, ഇൻഡെക്സസ് ആൻഡ് സിമ്പിൾസ്. ആൻഡ് ഐക്കൺ ലുക്ക് സിമിലർ ടു വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ് സച്ച് എസ് എ ഫോട്ടോഗ്രാഫ്. ഐക്കൺ എന്ന് പറയുന്നത് എന്താണോ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണോ അത് പ്രതിനിധീകരിക്കുന്നത്, അതിന് സിമ്പിളായിരിക്കും ഐക്കൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫോട്ടോഗ്രാഫ്. An index has a direct connection with its object, such as smoke indicating fire or dark clouds indicating rain. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റുമായിട്ടൊരു ഡിറക്റ്റ് കണക്ഷൻ ഉണ്ടാകും. അതായത് ഒരു പുക വന്നാൽ നമ്മളവിടെ തീയുണ്ട് എന്ന് പറയുന്ന പോലെ, അതുപോലെ ഡാർക്ക് ക്ലൗഡ്സ്, മേഘം കറുത്ത് കഴിഞ്ഞാൽ മഴ പെയ്യും എന്ന് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഇൻഡെക്സ്. A symbol has no natural connection with its meaning and it is understood only through social agreement, such as a national flag, a company logo or the red heart symbol representing love. സിമ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ്ങുമായിട്ട് വലിയൊരു നാച്ചുറൽ കണക്ഷൻ ഉണ്ടായിരിക്കില്ല, പക്ഷേ അത് മനസ്സിലാക്കുന്നത് സോഷ്യൽ എഗ്രിമെൻറ്റിലൂടെ, സമൂഹം അതിനെ അംഗീകരിക്കുന്നതിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അതായത് നാഷണൽ ഫ്ലാഗ്, കമ്പനി ലോഗോ, അതുപോലെ റെഡ് ഹാർട്ട്, ചുവന്ന ഹൃദയം ലവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ സമൂഹം അഗ്രി ചെയ്ത ഒരു കാര്യമാണ്. അല്ലാതെ ഒരു സിമ്പിളുമായിട്ട് അതിൻ്റെ മീനിങ്ങിന് ഒരു ചുവന്ന ഹാർട്ട് കാണിച്ചു കൊടുത്താൽ അത് ലവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് സമൂഹം അഗ്രി ചെയ്തതുകൊണ്ടാണ്. അല്ലാതെ ആ ഒരു സിമ്പിളുമായിട്ട് അതിൻ്റെ മീനിങ്ങിന് കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്.
In conclusion, communication is a continuous social process through which people exchange ideas, information, emotions and meanings. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സോഷ്യൽ പ്രോസസ്സാണ്. ആളുകൾ അവരുടെ ഐഡിയാസും ഇൻഫർമേഷനും ഇമോഷൻസും മീനിങ്സും ഒക്കെ പാസ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് സജസ്റ്റ് ദ സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ്. കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ടു ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ സിസ്റ്റംസ്, ഈച്ച് പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെയിലി ലൈഫ്. കമ്മ്യൂണിക്കേഷൻ രണ്ട് രീതിയിലാണ് പറയുന്നത്, വെർബൽ ആൻഡ് നോൺ വെർബൽ സിസ്റ്റംസിലൂടെ. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. രണ്ടും നമ്മുടെ എവരിഡേ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വെർബൽ എന്ന് പറഞ്ഞാൽ റിട്ടൺ ഓർ ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് സ്പീക്കിംഗ് ഓർ റിട്ടൺ. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ജസ്റ്റേഴ്സ് സച്ചസ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്റ്റ്, ബോഡി ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ളവ. സിമിയോട്ടിക്സ് ഫർദർ ഹെൽപ്സ് അസ് അണ്ടർസ്റ്റാൻഡ് ഹൗ സൈൻസ് ആൻഡ് സിമ്പിൾസ് ക്രിയേറ്റ് മീനിങ് ഇൻ സൊസൈറ്റി. ഇനി സിമിയോട്ടിക്സ് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് കമ്മ്യൂണിക്കേഷൻ്റെ. അത് സയൻസും സിമ്പിൾസൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഇൻ ടുഡേസ് ഡിജിറ്റൽ വേൾഡ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യൽ ഫോർ എഡ്യൂക്കേഷൻ, ബിസിനസ്, മീഡിയ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ഫീൽഡിലും ബിസിനസ്, മീഡിയ, പേഴ്സണൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിലൊക്കെ. Understanding the communication process enables people to express themselves clearly, understand others better and build strong and meaningful relationship. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് ആശയവിനിമയം നടത്താനും അതിലൂടെ ആളുകളെ പരസ്പരം ബന്ധം ശക്തിപ്പെടുത്താനും അതുപോലെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ